കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി മലയാളികളുടെ മനസ്സിൽ ശുദ്ധ സംഗീതത്തിന്റെ തേന്മഴ പൊഴിയിച്ചുകൊണ്ടിരിക്കുന്ന ഗായിക സുജാത മോഹന് ഇന്ന് 62ാം പിറന്നാൾ മധുരമാണ്. പാദസര കിലക്കം പോലുള്ള ആ മധുരനാദത്തിൽ അലിഞ്ഞൊഴുകിയ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികളുടെ നാവിൻ തുമ്പിൽ ഇടവേളകളില്ലാതെ വിരുന്നെത്തുന്നു. സദാ മന്ദസ്മിതം പൊഴിക്കുന്ന മുഖവും ഭാവം തുളുമ്പുന്ന ആലാപനവുമായി സുജാത സംഗീതാസ്വാദകരുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടുവെങ്കിലും ആ മധുരനാദത്തിന് പകരം വയ്ക്കുവാൻ മറ്റൊരു സ്വരം കണ്ടെത്തുവാൻ മലയാളികൾക്ക് ഇനിയുമായിട്ടില്ല. ഗായകമാർ പലരും മലയാളത്തിൽ വന്നുപോയെങ്കിലും ഒരിക്കലും ഇഷ്ടം തീരാത്തൊരു പ്രണയസ്വരമായി സുജാതയെ നാം എന്നും കേൾക്കുന്നു. കാതുകൾ കൊണ്ടു മാത്രമല്ല, ഹൃദയം കൊണ്ടും. ഡോക്ടർ വിജയേന്ദ്രന്റെയും ലക്ഷ്മിയുടെയും മകളായി 1963 മാർച്ച് 31 സുജാത ജനിച്ചത്. കൂടാതെ കോൺഗ്രസ് നേതാവും 1949 തിരുക്കൊച്ചി മുഖ്യമന്ത്രിയുമായിരുന്ന പറവൂർ TK നാരായണപിള്ളയുടെ കൊച്ചുമകൾ കൂടിയാണ് ഗായിക സുജാത. സുജാതയ്ക്ക് ഏതാണ്ട് 2 വയസ്സുള്ളപ്പോൾ തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് പിതാവ് മരണപ്പെടുകയായിരുന്നു. അമ്മ ലക്ഷ്മി ദേവി വിജയേന്ദ്രനാണ് പിന്നീട് സുജാതയ്ക്ക് അച്ഛനും അമ്മയും. പിതാവിന്റെ മരണശേഷം എറണാകുളത്ത് രവിപുരത്തുള്ള കുടുംബ വീട്ടിലേക്ക് താമസം മാറിയ സുജാത സംഗീത പഠനം വളരെ ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. നെയ്യാറ്റിങ്കര വാസുദേവൻ, ഓച്ചിറ ബാലകൃഷ്ണൻ തുടങ്ങിയവരിൽ നിന്ന് സംഗീതം അഭ്യസിച്ച സുജാത കൊച്ചിൻ കലാഭവനിലും സംഗീത പഠനം തുടർന്നു. യേശുദാസിന്റെ ഗിറ്റാറിസ്റ്റും സുഹൃത്തുമായ എമിൽ ഐസക്കും വയലിനിസ്റ്റുമായ റെക്സ് ഐസക്കും സുജാതയുടെ കലാഭവനിലെ ഗുരുക്കന്മാരാണ്. ഫാദർ ആബേൽ കലാഭവനിലെ സംഗീത വിദ്യാർത്ഥികളെ ചേർത്ത് 1970കളുടെ തുടക്കത്തിൽ കുട്ടികളുടെ ഗാനമേള ആരംഭിച്ചപ്പോൾ പാട്ടുകൾ പാടുന്നതിന് പുറമെ അവതരണം കൂടി സുജാതയെ ഏൽപ്പിച്ചു. ഉണ്ണിക്കിടാങ്ങൾ പിഴച്ച് കാൽവയ്ക്കലും കണ്ണിന് കൗതുകമുണ്ടാകും പിതാക്കൾക്ക് ആബേലച്ചൻ രചിച്ച് സുജാത പാടിയ ഈ 2 പാട്ടോടെയാണ് അക്കാലത്ത് പ്രശസ്തമായിരുന്ന ബാലഗാനമേള ആരംഭിച്ചിരുന്നത്. തുടർന്ന് 1971 സുജാതയും അമ്മയും പിതാവിന്റെ ബന്ധുവിന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുവാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. അവിടെ വെച്ച് യേശുദാസിന്റെ ഗാനമേള ഒരുക്കിയിരുന്നു. നന്നായിട്ട് പാടുന്ന 8 വയസ്സുകാരി സുജാതയെ പിതാവിന്റെ ബന്ധു തന്നെയാണ് യേശുദാസിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ബാലഗാനമേളകളിൽ പാടുന്ന അവൾക്ക് പാടുവാൻ അവസരം കൊടുക്കണമെന്ന് യേശുദാസിനോട് അഭ്യർത്ഥിച്ചു. വേദിയിലിരുന്ന സുജാതയെ യേശുദാസ് വിളിച്ചു. ഉയരമുള്ള സ്റ്റേജിലേക്ക് 8 വയസ്സുകാരി ബേബി സുജാതയെ 2 കൈകളിലും പിടിച്ചു കയറ്റിയത് സാക്ഷാൽ ഗാനഗന്ധർവൻ തന്നെയായിരുന്നു. ഗാനഗന്ധർവനെ അത്ഭുതപ്പെടുത്തി ആ 8 വയസ്സുകാരി സുജാത പാടി. സുജാതയുടെ പാട്ട് കേൾക്കാൻ ഒരു പയ്യൻ മാതാപിതാക്കളോടൊപ്പം കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടും എത്തിയിരുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യ രാധാമണിയുടെ മകനായ കൃഷ്ണമോഹനായിരുന്നു ആ പയ്യൻ. യേശുദാസും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും ചേർന്ന് പിൽക്കാലത്ത് സുജാതയും കൃഷ്ണമോഹനും തമ്മിലുള്ള വിവാഹം ആലോചിക്കുകയും അത് നടത്തിക്കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കലാഭവനിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾക്കായിട്ട് ഒരു സംഗീത മത്സരം സംഘടിപ്പിച്ചു. യേശുദാസും മറ്റുമാണ് വിധികർത്താക്കള്. ഒട്ടേറെ കുട്ടികൾ മത്സരിക്കാൻ എത്തിയിരുന്നു. സ്റ്റേജിൽ മത്സരിക്കാൻ സുജാതയും കയറി. കലാഭവനിലുള്ളവർക്ക് മത്സരത്തിൽ പങ്കെടുക്കുവാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെ സുജാതയെ സ്റ്റേജിൽ നിന്ന് പാടിക്കാതെ ഇറക്കി. സുജാത അങ്ങ് പൊട്ടിക്കരഞ്ഞു. വാവിട്ട് കരഞ്ഞ സുജാതയെ യേശുദാസും മറ്റും ചേർന്ന് സമാധാനിപ്പിച്ചു. 1973 ഡിസംബർ മാസം യേശുദാസിന് യാത്ര ചെയ്യേണ്ട വിമാനം വല്ലാതെ വൈകി. അന്ന് എറണാകുളം പട്ടണത്തോട് ചേർന്ന് പഴയ വിമാനത്താവളമേ ഉള്ളൂ. യേശുദാസിന്റെ സുഹൃത്തും ഗിറ്റാറിസ്റ്റുമായ സുജാതയുടെ ഗുരു എമിൽ ഐസക് യേശുദാസിനെയും കൂട്ടി സമയം ചിലവിടാനായി രവിപുരത്തുള്ള സുജാതയുടെ വീട്ടിലേക്ക് എത്തി. കലാഭവനിൽ വാവിട്ട് കരഞ്ഞ് ബഹളമുണ്ടാക്കിയ 12കാരി കുട്ടിയുടെ ശബ്ദം യേശുദാസിന് വളരെ ഇഷ്ടപ്പെട്ടു. യേശുദാസ് സുജാതയെ സംഗീത ലോകത്തേക്ക് ദത്തെടുക്കുകയായിരുന്നു. തുടർന്ന് 3000 വേദികളിൽ യേശുദാസിനൊപ്പം ബേബി സുജാത പാടി. ഗാനമേള വേദികളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു അവർ. യേശുദാസിന്റെ സംഗീത ലോകത്തെ 10 വർഷം അതിവിപുലമായി ആഘോഷിക്കുവാൻ കൊച്ചിൻ കലാഭവനും തീരുമാനിച്ചു. എറണാകുളം സെന്റ് ആൽബർട്ട് സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ആ പരിപാടി. അക്കാലത്തെ പ്രമുഖ ഗായകരായ ജാനകി ജയചന്ദ്രൻ തുടങ്ങി ഒട്ടേറെ ഗായകർ പരിപാടിയുടെ ഭാഗമായി ഗാനമേള നടത്തുവാനായി എത്തിയിരുന്നു. ബാലഗാനമേളയും പരിപാടിയുടെ ഒരു ഭാഗം തന്നെയാണ്. പരിപാടിയിൽ പങ്കെടുക്കാൻ ധാരാളം ജനങ്ങളും എത്തിയിരുന്നു. പരിപാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി. മഴ ശക്തമായപ്പോൾ ജനങ്ങളിൽ പലരും സ്റ്റേജിലേക്ക് കയറുവാൻ തുടങ്ങി. സ്റ്റേജ് നിലംപൊത്തുമെന്ന സ്ഥിതി വന്നപ്പോൾ എല്ലാവരും പ്രാണനും കൊണ്ടോടി. ആ സമയത്ത് കുട്ടി സുജാതയെ എടുത്ത് ഓടിയത് ഗാനഗന്ധർവൻ യേശുദാസ് ആയിരുന്നു. പിന്നീട് സുജാതയുടെ എല്ലാ വളർച്ചയും അദ്ദേഹത്തിന്റെ കൈകളിലായിരുന്നു. യേശുദാസിനോടൊപ്പം ഗാനമേള വേദികളിൽ നിറഞ്ഞു നിന്ന സുജാതയെ പാടിപ്പിക്കണമെന്ന് ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളും എറണാകുളം സ്വദേശികളുമായ ഹസന്റെയും റഷീദിന്റെയും ആഗ്രഹമായിരുന്നു. അങ്ങനെ സംഗീത സംവിധായകൻ അർജുനൻ മാഷ് നിർമ്മാതാക്കളുടെ ആഗ്രഹപ്രകാരം ചിത്രത്തില് 1975 സുജാതയെ കൊണ്ട് പാടിച്ചു.
കണ്ണെഴുതി പൊട്ടും തൊട്ട് കല്ലുമാല ചാർത്തിയപ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം അക്കാലത്തെ സൂപ്പർ നായിക ജയഭാരതിക്ക് വേണ്ടിയാണ് പാടിയത്. യേശുദാസ് പ്രമുഖ സംഗീത സംവിധായകൻ രാജയെ പരിചയപ്പെടുത്തിയതോടെ തമിഴിലേക്കും സുജാത ചുവടുവെച്ചു. രാജാ സാബ് ഈണമിട്ട് സുജാത പാടിയ ആദ്യ ഗാനം കവികോയിലിലെ സുജാത പാടിയ പാട്ട് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനമായിരുന്നു എന്ന് അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് രജനീകാന്തിന്റെ ഗായത്രി എന്ന സിനിമയില് ശ്രീദേവിക്ക് വേണ്ടി കാലായി പനിയിൽ ആടുമലർകൾ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയതാണ് ആദ്യമായി റിലീസായത്. പിന്നെ പഠനവും മറ്റുമായി മുന്നോട്ട് പോയപ്പോൾ ഗാനമേളകളും സിനിമകളും അല്പം കുറഞ്ഞു. 1981 ഡോക്ടർ കൃഷ്ണമോഹൻ ജീവിതത്തിലേക്ക് വന്നു. അവരുടെ മകളാണ് ഇന്ന് പിന്നണി ഗാനരംഗത്ത് മുൻനിരയിലുള്ള ശ്വേതയുടെ പ്രസവത്തിന് ശേഷം ഏതാണ്ട് 5 വർഷത്തെ ഇടവേള കഴിഞ്ഞ് സുജാത സംഗീത ലോകത്തേക്ക് വീണ്ടും വന്നു. സംവിധായകൻ പ്രിയദർശനാണ് സുജാതയുടെ രണ്ടാം വരവിന് കാരണമായത്. കടത്തനാടൻ അമ്പാടി എന്ന പ്രിയദർശൻ ചിത്രത്തില് രാഘവൻ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തിൽ സുജാത പാടി. നാളെ അന്തിമയങ്ങുമ്പോൾ പ്രിയദർശന്റെ ഹിറ്റ് ചിത്രമായ ചിത്രത്തിലെ ദൂരക്കീഴക്കുതിക്കിൽ, മാനത്തെ ചെമ്പഴുക്ക എന്ന് തുടങ്ങിയ പാട്ടുകൾ സുജാതയ്ക്ക് ഹിറ്റുകളുടെ കിരീടവും നൽകി. ഇളയരാജയുടെ സംഗീതത്തിൽ കവികുയിൽ എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്ക് ചേക്കേറിയ ഗായിക റോജയിലെ പുതുവെള്ളൈമഴ എന്ന പാട്ടിലൂടെ സംഗീത ലോകത്ത് ചിരപ്രതിഷ്ഠ നേടി. തുടർന്ന് AR റഹ്മാന്റെ സംഗീതത്തിൽ പുതിയ മുഖം, ജെന്റിൽമാൻ, ഡ്യുവറ്റ്, കാതലൻ, പുതിയ മന്നർകൾ, ബോംബെ, ഇന്ദിര, മുത്തു, ജീൻസ് തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി പാടി. മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലുമായി ഏകദേശം 10,000-ലധികം ഗാനങ്ങൾ പാടിയ സുജാത മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരം 4 തവണയും തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം 3 തവണയും സ്വന്തമാക്കി. ആലാപന ശൈലിയിൽ വ്യത്യസ്തത പുലർത്തുന്ന സുജാതയുടെ സ്വരം നിത്യഹരിതനാദമായി വിലയിരുത്തപ്പെടുന്നു. പതിറ്റാണ്ടുകളായി മലയാളി ഹൃദയത്തിൽ മധുപൊഴിക്കുന്ന ഭാവഗായിക ഇനിയും ചലച്ചിത്ര മേഖലയെ സംഗീത സാന്ദ്രമാക്കട്ടെ.